നമ്മുടെ കിച്ചൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഹൈലൈറ്റ് ആണ്. ഇത് കണ്ടോ, മുഴുവനായിട്ട് ഷെയിൽവുഡ് WPCയിൽ ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ. ഇതിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ എസ്തെറ്റിക്സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഏറ്റവും മിനിമം ആയിട്ട് അതൊരു ഉപയോഗിക്കുന്ന പാകത്തിൽ എങ്ങനെ ചെയ്തു. നമുക്ക് ഈ വീടിനെടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഭംഗിയായിട്ടുള്ള ഒരു ഡെക്ക്, ബാക്കി പോർഷൻ ഒരു അടിയോളൊക്കെ നമുക്ക് വേസ്റ്റേജ് വരും. അപ്പോൾ ആ വേസ്റ്റേജ് കുറയ്ക്കും. കാരണം മാക്സിമം ബഡ്ജറ്റഡ് ആയിട്ട് മിനിമം ആയിട്ടാണ് നമ്മൾ ചെയ്യണത്. ഞാൻ സ്ട്രക്ചർ ഒന്നും തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾ തൊടാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി അൺവാണ്ടഡ് ആയിട്ടുള്ള പണികൾ വരും. പല ആളുകൾ ഇതിൻ്റെ ബെൻഡിങ് ഇഷ്യൂസ് ഒക്കെ പറഞ്ഞിട്ടാണ് വരാറ്. ഇതാ നമ്മളിവിടെ ഷെയിൽവുഡ് WPC വെച്ച് ഷട്ടർ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഹലോ, നമസ്കാരം. മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അങ്കമാലിയിൽ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു പ്ലോട്ടിലാണ്. ഭയങ്കര രസമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീടിനെ കുറിച്ച്, കൺസ്ട്രക്ഷനെ കുറിച്ചുള്ള ചെറിയ കുറച്ച് ഇൻഫർമേഷൻസ് തരാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, ഒരു 40 വർഷം പഴക്കമുള്ള വീട്. അത് 40 വർഷം എന്ന് പറയുമ്പോൾ അറിയാലോ, മുഴുവനായിട്ട് പൊളിഞ്ഞൊരു മോശമായിട്ടുള്ള കണ്ടീഷനിലുള്ളതായിരുന്നു. വുഡും പ്ലൈവുഡും ഒക്കെ പൊടിയും ചെതലൊക്കെ വന്ന് മൊത്തം മോശമായിട്ടുള്ളൊരു സാധനം. അതിനെ നമുക്ക് ബേസിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പരുവത്തിൽ ഭംഗിയായിട്ട് ചെയ്യണം. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്ട്രക്ചറിലൊന്നും വലിയ മാറ്റങ്ങൾ വരുത്താതെ മിനിമം പണിയെടുത്തുകൊണ്ട് അതിനെ ഭംഗിയാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ചെയ്തൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ ഇതിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ എസ്തെറ്റിക്സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഏറ്റവും മിനിമം ആയിട്ട് അതൊരു ഉപയോഗിക്കുന്ന പാകത്തിൽ എങ്ങനെ ചെയ്തു. അതിന് യൂസ് ചെയ്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് മുഴുവനായിട്ട് നമ്മുടെ ഷെയിൽവുഡ് WPCൻ്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഈ എൻ്റയർ വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് തുടക്കം തൊട്ട് ആ വീടിനകത്ത് എല്ലാ കാര്യങ്ങളും ഏതൊക്കെ രീതിയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ ആർക്കിടെക്ട് ഷിനൂപ്, ആറ്റിഗ്രൗണ്ട് മറ്റൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ വീടിനെടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഭംഗിയായിട്ടുള്ള ഒരു ഡെക്ക് നമുക്ക് വരുന്നുണ്ട്. ഇത് കണ്ടോ, നേരെ ഈ ഒരു വാട്ടർ ബോഡിയിലേക്കൊക്കെ ഓവർലുക്ക് ഇത് മുഴുവൻ പായൽ വന്നതാണ് കേട്ടോ. അത് മുഴുവനായിട്ടൊരു വാട്ടർ ബോഡിയാണ്. നമ്മുടെ ഡെക്ക് ഇതാ ഈ രീതിയിലാണ് വരുന്നത്. ഈ രീതിയിൽ മുഴുവനായിട്ട് എക്സ്പോസ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളമൊക്കെ കിടക്കുന്നത് കാണാം. ഇതിൽ മുഴുവനായിട്ട് വെള്ളം, ഞാൻ കടന്നു വന്നപ്പോൾ കുറച്ച് ചളിയൊക്കെ ആയിരുന്നു, ഫുള്ള് ഞങ്ങൾ ക്ലീൻ ആക്കിയതാണ്. സ്റ്റീൽ ഡ്രസ് വർക്കിൻ്റെ മുകളിൽ ഇത് ഇതാ സ്ക്രൂ ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയിൽവുഡ് WPC 18 mm ഷെയിൽവുഡ് WPCൻ്റെ ബോർഡാണ് നമ്മൾ ഈ വച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇതിനകത്തെ ഡിസൈൻ എലമെൻറ്റ്സ് ഒന്നുമല്ല. കാരണം നമ്മൾ പഴയ വീടിന് ഒന്നും ചെയ്തിട്ടില്ല, അതുപോലെ സ്ട്രക്ചർ റീറ്റെയിൻ ചെയ്തു. പക്ഷേ നമ്മൾ എങ്ങനെയാണ് ഇതിനെ മാറ്റിയിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഷെയിൽവുഡ് WPCയുടെ പ്രൊഫൈൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ ഇത്തരത്തിലുള്ളൊരു വിൻഡോ വരുന്നുണ്ട്. ഈ വിൻഡോ നോക്കിക്കഴിഞ്ഞാലും മുഴുവനായിട്ട് ഷെയിൽവുഡ് WPC പ്രൊഫൈൽസ് ആണ് നമ്മളിതിൻ്റെ ഫ്രെയിമിനും അതുപോലെ തന്നെ ഈ ഒരു ഷട്ടറിനൊക്കെ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ ഒരു പ്രൊഫൈൽ, അതിന് പുറമെ ഒരു 6 mm നമ്മുടെ ബോർഡൊക്കെ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഡീറ്റെയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാമിനേറ്റിലാണ് നമ്മുടെ ഈ ഷട്ടേഴ്സ് എല്ലാം ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ വേണമെങ്കിൽ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മുടെ സ്പേസ് എല്ലാം വരുന്നത്. ഇത് കണ്ടോ, ഒരു ലിവിങ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണത്. അപ്പോൾ നമ്മുടെ ഈ വീടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 റൂമുകളാണ് ഈ വീട്ടിൽ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇത്തരത്തിലുള്ള ജോയിനറി കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ഷെയിൽവുഡിൽ തന്നെ ചെയ്തു. കൺവെൻഷണൽ ആയിട്ടുള്ള കട്ട്ല എന്ന് പറഞ്ഞ സാധനമില്ലേ, നമ്മൾ വാതിലിൻ്റെ ഫ്രെയിം എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. അത് മുഴുവൻ നമ്മൾ ഷെയിൽവുഡിൽ വെച്ചൊരു ചെറിയൊരു ഐഡിയ ആണ് ചെയ്തിട്ടുള്ളത്. ഞാൻ കാണിച്ചത് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞത് കണ്ടോ, ഈ രീതിയിലാണ് നമ്മുടെ വാതിലിൻ്റെ കട്ടിലകൾ വരുന്നത്. അതിന് കൺവെൻഷണൽ ആയിട്ടുള്ള വാതിൽ കട്ടില എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പല കാരണങ്ങളാണ്. കാരണം വുഡോ കാര്യങ്ങളൊക്കെ വെക്കുമ്പോഴേക്കും നമ്മുടെ സ്ട്രക്ചറിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വർഷം പഴക്കമുള്ളതുകൊണ്ട് അത് മുഴുവൻ കേടായി പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഷെയിൽവുഡ് ആയതുകൊണ്ട് ഇനി ചെതൽ പിടിക്കുന്നുള്ള പേടി വേണ്ട. ഷെയിൽവുഡ് വെച്ചിട്ട് നമ്മൾ നേരെ ഒരു ആർക്കിട്രൈവ് പോലെ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. കണ്ടോ, ഈ രീതിയിൽ ഒരു ആർക്കിട്രൈവ് പോലെ ചെയ്തു. അതിനെ മുഴുവൻ ലാമിനേറ്റ് ഫിനിഷ് ചെയ്തെടുത്തു. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഗ്രൂവ് എല്ലാം കാണാം. അതുപോലെ തന്നെ നമ്മൾ 28 mm ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡോറ് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഡോറിനും നമ്മൾ ഫ്രണ്ട് ഡോറിൽ കണ്ടതുപോലെ തന്നെ എന്താ പറയുക, ലാമിനേറ്റ് ഫിനിഷിനെ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇത്തരത്തിലുള്ള ലാമിനേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. വേറൊന്നുമല്ല, ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നീല കളറിലുള്ള ഒരു സ്ട്രിപ്പ് ഇരിക്കുന്നത് കണ്ടു. ഈ സ്ട്രിപ്പ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കലി ഇതൊരു 2 അടിയാണ് ഈ ലാമിനേറ്റ് നമ്മൾ വെച്ചിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാമിനേറ്റ് ഈ 3 അടിയുള്ള ഡോറിൽ നമ്മൾ നേരെ ഒരു ലാമിനേറ്റ് കൊണ്ടുപോയി ഒട്ടിച്ചു കഴിഞ്ഞാൽ
ബാക്കി പോർഷൻ ഒരു അടിയോളമൊക്കെ നമുക്ക് വേസ്റ്റേജ് വരും. അപ്പോൾ ആ വേസ്റ്റേജ് കുറയ്ക്കും. കാരണം മാക്സിമം ബഡ്ജറ്റഡ് ആയിട്ട് മിനിമം ആയിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ആ വേസ്റ്റേജ് ഒഴിവാക്കാൻ നമ്മൾ ഇതിനെ 2 അടിയായിട്ട് കട്ട് ചെയ്ത് അത് നമുക്ക് അടുത്ത ഡോറിലും കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്തൊരു സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു ഇത്തരത്തിലുള്ള ഒരു ഷെയ്ഡ് എടുത്തു. അപ്പോൾ ആ ഒരു കളറാണ് നമ്മുടെ എൻ്റെ ഒരു ഡിസൈൻ തീമായിട്ട്, അങ്ങനെ തീമൊന്നും പറയാനില്ല എന്നാൽ പോലും ആ ഒരു ഫോർമാറ്റിലാണ്. അത് നിങ്ങൾക്ക് അടുത്ത കാര്യങ്ങൾ കാണിച്ചു തരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ 2 ഡോറിലും നമുക്ക് ആ കാര്യങ്ങൾ തന്നെ വന്നു. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഡോറും ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ. ആ ഡോറിന് നമുക്ക് ഈ ഒരു സിമിലർ ഡീറ്റെയിൽ തന്നെ വന്നു. അപ്പോൾ നമ്മൾ ഈ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു 3 കള്ളി ജനലുണ്ട്. നമ്മുടെ ഷെയ്ൽവുഡിൻ്റെ പ്രൊഫൈല് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ ഷെയ്ൽവുഡിൻ്റെ പ്രൊഫൈല് യൂസ് ചെയ്തിട്ടാണ് ആ എൻ്റയർ വിൻഡോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ സ്ട്രക്ചർ ഒന്നും തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾ തൊടാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി അൺവാണ്ടഡ് ആയിട്ടുള്ള പണികൾ വരും. പിന്നെ നമ്മൾ പണികൾ അങ്ങനെ കയറി പോകും. അപ്പോൾ സ്ട്രക്ചറിൽ തൊടുകയും ചെയ്തിട്ടില്ല. സീലിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ ഒന്ന് റീറ്റെയിൻ ചെയ്ത് വെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു സ്റ്റഡി യൂണിറ്റ് ആൻഡ് ഒരു വാർഡ്രോബ് കാണാം, ഒരു 2 ഷട്ടർ വാർഡ്രോബ് കാണാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതും നമ്മൾ മുഴുവനായിട്ട് ഷെയ്ൽവുഡ് WPC തന്നെ ചെയ്തത്. ഇത് കണ്ടോ, ഇപ്പോൾ ഇതാ നമ്മുടെ ഷട്ടർ നോക്കിക്കഴിഞ്ഞാൽ 7 അടി പൊക്കത്തിലുള്ള ഒരു ഷട്ടറാണുള്ളത്. ഞാൻ ഏതൊക്കെ പ്രൊജക്റ്റിൽ നമ്മുടെ ഷെയ്ൽവുഡ് പറയുന്ന സമയത്തും പല ആളുകൾ ഇതിൻ്റെ ബെൻഡിങ് ഇഷ്യൂസ് ഒക്കെ പറഞ്ഞിട്ടാണ് വരാറ്. ഇതാ നമ്മളിവിടെ ഷെയ്ൽവുഡ് WPC വെച്ച് ഷട്ടർ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും ഇത് പറഞ്ഞുകൊണ്ട് എടുത്തു പറയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2 സൈഡിലും ഒരേ തിക്നെസ്സിലുള്ള ഒരേ ബ്രാൻഡിലുള്ള ലാമിനേറ്റ് തന്നെ വെച്ച് ഫാക്ടറി പ്രസ് ചെയ്തെടുക്കുക. എഡ്ജ് ബാൻഡ് 2 mm ഒക്കെ തിക്നെസ്സുള്ള എഡ്ജ് ബാൻഡ് വെച്ച് പ്രോപ്പറായിട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അല്ല, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 mm എഡ്ജ് ബാൻഡ് വെച്ച് ഇത് കർവ് ചെയ്തൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ സെയിം ബ്രാൻഡിലുള്ള സെയിം ലാമിനേറ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ത്രൂ ഔട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരു ഫിനിഷിങ് ചെയ്യാതെ വെച്ചേക്കുന്ന ഷെയ്ൽവുഡ് WPC അതുപോലെ നിങ്ങൾക്ക് കാണാം. കണ്ടോ, സ്ക്രൂ ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ, കറക്റ്റായിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈവൻ ഈ ഒരു ഡ്രോവറിൻ്റെ ഫേസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഷെയ്ൽവുഡ് WPC അതുപോലെ കാണാം. ഇത് കണ്ടോ, തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷെയ്ൽവുഡ് WPC കാണാം. ഈ എഡ്ജസ് എല്ലാം നമ്മൾ എഡ്ജ് ബാൻഡ് ചെയ്ത് കറക്റ്റായിട്ട് റൗണ്ടൊക്കെ ചെയ്തെടുത്തു. ഈ രീതിയിലാണ് നമ്മുടെ ഈ ഒരു വാർഡ്രോബ് വരുന്നത്. ഇത് കണ്ടോ, 1 2 3 4 5 ഹിഞ്ചസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വാർഡ്രോബിൻ്റെ ഷട്ടർ നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡോറിലേക്ക് എടുത്ത ആ ഒരു ബ്ലൂ കളർ വേസ്റ്റേജ് വരാതിരിക്കാൻ വേണ്ടി അതൊക്കെ തന്നെ നമ്മുടെ മൊത്തം ഒരു ഡിസൈൻ എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ വാർഡ്രോബിൽ വന്നിട്ടുണ്ട്. അതേ സാധനം ഈ ഒരു സ്റ്റഡി യൂണിറ്റിൽ ഈ ഒരു ഓപ്പൺ സ്റ്റോറേജിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ സ്റ്റഡി യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷെയ്ൽവുഡ് വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഷട്ടർ ചെയ്തിട്ടുള്ളത്. ഭംഗിയായിട്ട് 2 ഹിഞ്ചസിലാണ് ഷട്ടർ ഇരിക്കുന്നത്. അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഷെയ്ൽവുഡ് എക്സ്പോസ് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ കാണാം. എഡ്ജിലൊക്കെ എഡ്ജ് ബാൻഡ് ചെയ്തത് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റ് ഡോറിലേക്ക് വന്നു കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ഷെയ്ൽവുഡിന്റെ പ്രൊഫൈൽ എടുത്തിട്ട് നമ്മൾ ഇതിന് മാച്ച് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഒരു പെയിന്റിങ്, ഇത് പെയിന്റ് ഫിനിഷാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ, പെയിന്റ് ഫിനിഷ് ചെയ്തെടുത്തേക്കുന്നതാണ്. ടോയ്ലറ്റിലൊക്കെ അല്ലെങ്കിൽ കിച്ചണിൽ ഈ മോയ്സ്ചർ വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പേപ്പർ ലാമിനേറ്റിന് പകരം PVC ലാമിനേറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിത് PVC ലാമിനേറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ലുക്കിൽ അത് മനസ്സിലാവില്ല, ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും അത് ഒരു PVC ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണത്. ഓക്കെ, സെയിം ഡിസൈൻ തന്നെ നമുക്ക് കിട്ടും. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് പേപ്പർ ലാമിനേറ്റ് ആണ്, അത് PVC ലാമിനേറ്റ് ആണ്. ഈ രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ വാർഡ്രോബിന്റെ കാര്യം പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യണം. നമ്മളത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ പറഞ്ഞു നിങ്ങളെടുത്ത് 2 സൈഡിലും സെയിം ബ്രാൻഡ് സെയിം തിക്നെസ് യൂസ് ചെയ്യണം. ഏത് തിക്നെസ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. തിക്നെസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 0.8 തിക്നെസ് ഉള്ള ലാമിനേഷൻ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. 2 സൈഡും ഞാൻ ഈ പറഞ്ഞതുപോലെ സെയിം ബ്രാൻഡാണ്, പക്ഷേ 0.8 ആണ്. 0.8 ആകുമ്പോഴേക്കും നമുക്കൊരു 800 rupees റേഞ്ചിലൊക്കെ നമുക്ക് ഈ ലാമിനേറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡൈനിങ് ടേബിളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കോസ്റ്റ് എപ്പോഴും മിനിമൈസ് ചെയ്യുക. കാരണം പല കാര്യങ്ങളും നമ്മൾ അതുകൂടെ മനസ്സിൽ വെച്ചിട്ട്, അപ്പോൾ നിങ്ങൾ ഡിസൈൻ എന്ന് പറഞ്ഞൊരു സാധനത്തിനല്ല നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്നാലും രസമുള്ള ഡിസൈൻ തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. കണ്ടോ, ഈ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ നമുക്ക് വന്നിട്ടുള്ളത്. ഈ ഡൈനിങ് ടേബിളിൻ്റെ ടോപ്പിൽ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ 24 mm തിക്നെസ് ഉള്ള നമ്മുടെ ഷെയ്ൽവുഡിൻ്റെ WPC ബോർഡാണ് വെച്ചിട്ടുള്ളത്. അതിന് നമ്മൾ ഇത്തരത്തിലൊരു ലാമിനേറ്റ് ഫിനിഷ് തന്നെ വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ ഡിസൈൻ എലമെന്റ് അതേപോലെ ഇതിൻ്റെ അടയ്ക്കും. അപ്പോൾ ഈ ഡിസൈൻ എലമെന്റ് എന്ന് പറയുമ്പോഴേക്കും ഇതെല്ലാം ആ വന്നിട്ടുള്ള മെറ്റീരിയലിനെ വേസ്റ്റേജ് ഇല്ലാതെ യൂസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല രീതിയിൽ നമ്മൾ
കാര്യങ്ങൾ നോക്കും. അപ്പോൾ അതുകൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം ഇത് ആലോചിക്കാൻ കേട്ടോ. നമ്മുടെ GI ഫ്രെയിമിലാണ് ഈ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കണ്ടോ, ആ ഫ്രെയിമിൽ തന്നെ ഒരു അപ്പോൾസ്ട്രി ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇതിന് സീറ്റിങ്ങിനുള്ള ഒരു ബെഞ്ചൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ വാഷ് ബേസിൻ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ മുകളിൽ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റോ മാർബിളോ ടൈലോ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ അക്രിലിക് ലാമിനേറ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ള നമ്മുടെ ഷെയ്ൽവുഡ് WPCൻ്റെ മുകളിൽ ലാമിനേറ്റ് ചെയ്ത് എഡ്ജ് ബാൻഡ് ചെയ്തിട്ടുള്ള സാധനമാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ചെയ്തിട്ടുള്ളത്. അതായത് ബേസിക് ആയിട്ടുള്ള നമ്മുടെ സ്റ്റോണ് മാർബിൾ ഒക്കെ നമുക്ക് ഒഴിവാക്കാം. ഈ യൂണിറ്റ് മുഴുവനായിട്ട് നമ്മൾ ഷെയ്ൽവുഡ് WPC വെച്ച് തന്നെ ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഷട്ടർ എപ്പോഴും രണ്ട് സൈഡ് സെയിം മെറ്റീരിയൽ സെയിം ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യുക, ഒരു പ്രശ്നമില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഷെയ്ൽവുഡ് എക്സ്പോസ് ചെയ്തിരിക്കുന്നതൊക്കെ കാണാം. എഡ്ജിലൊക്കെ നമ്മൾ ഭംഗിയായിട്ട് എഡ്ജ് ബാൻഡ് ചെയ്തു. ഇതാ വലിയൊരു റെഡ്യൂസർ കപ്ലറൊക്കെ ഇട്ടിട്ട് ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള പണികളൊക്കെ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ മുകളിലേക്ക് ഇനി നമ്മൾ ഗ്രാനൈറ്റ് പീസ് തപ്പി ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു കോസ്റ്റാണ്. ചിലപ്പോൾ ഫുൾ ഇതെടുക്കേണ്ടി വരും, വേസ്റ്റേജ് വരും, അതിൻ്റെ ലേബർ വരും. ഇതിപ്പോൾ നമ്മുടെ കാർപ്പൻട്രി ടീം തന്നെ ഈ പണികൾ ഫുൾ അങ്ങ് ചെയ്തു വെച്ചു. നമ്മുടെ കിച്ചൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഹൈലൈറ്റ് ആണ്. ഇത് കണ്ടോ, മുഴുവനായിട്ട് ഷെയ്ൽവുഡ് WPCയിൽ ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ വളരെ ബഡ്ജറ്റഡ് ആയിട്ടാണ് ഇവിടെ ചെയ്തെങ്കിൽ പോലും ഇതിന് യൂസ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയലും ഇത് യൂസ് ചെയ്യുന്ന ആൾക്ക് ഒത്തിരി നാളത്തേക്ക് ഒരു തലവേദന ഇല്ലാതെ ഉപയോഗിക്കണം എന്നുള്ള ഉറച്ച ധാരണയോടെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. കാരണം പ്രീമിയം മെറ്റീരിയൽ ആയിട്ടുള്ള ഷെയ്ൽവുഡ് WPC വെച്ചിട്ടാണ് എൻ്റയർ വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഏറ്റവും മിനിമം ആക്കി നമ്മൾ ഈ പറയുന്ന ഡിസൈനും ഒത്തിരി ഡിസൈൻ ഡീറ്റെയിൽ ചെയ്തിട്ടില്ല, ബേസിക് ആയിട്ട് ഫംഗ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ള രീതിയിലെ കാര്യങ്ങൾ ചെയ്തത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് L ഷേപ്പിൽ ഒരു കിച്ചൺ കാണാം. അതുപോലെ തന്നെ ഓവർ ഹെഡ് കൗണ്ടേഴ്സ് വെച്ചിട്ടുള്ളത് കാണാം. നമ്മൾ നാളെ ഇനി ഒരു സ്റ്റവ് ഒക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് ഈവൻ അതിൻ്റെ ഹുഡൊക്കെ വെക്കണമെങ്കിൽ അതിനുള്ള പ്രൊവിഷനും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത്തരത്തിലുള്ളത് ഞാൻ എടുത്തെടുത്ത് പറയുന്നതാണ്. പലപ്പോഴും ആളുകൾ പ്രോപ്പറായിട്ടുള്ള വർക്ക്മാൻഷിപ്പ് ഇല്ലാതെ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യും. എന്നതിന് ശേഷം പരാതി മുഴുവൻ മെറ്റീരിയലിനായിരിക്കും. അപ്പോൾ വർക്ക്മാൻഷിപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഷെയ്ൽവുഡ് വെച്ചാണ് ഞങ്ങളിതാ ഈ ഷട്ടറും കാർ കേസും എല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ പറയുന്ന ഒരു ബെൻഡിങ് ഇഷ്യൂ നമുക്കിവിടെ വരില്ല. ഇത് നോക്കിക്കോളൂ. ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സെയിം ബ്രാൻഡ് സെയിം തിക്നെസ്. ഇവിടെ നമ്മൾ 0.8 തിക്നെസ് വെച്ചിട്ട് ഇത് കണ്ടോ ഈ രീതിയിൽ ചെയ്തെടുത്തു. എഡ്ജ് ബാൻഡിങ് ചെയ്തു. ഇവിടെ ഇതിൻ്റെ സ്പാൻ കണ്ടോ, ഏകദേശം 85-90 സെൻറ്റിമീറ്റർ നമുക്കിവിടെ സ്പാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് തൂക്കമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ബീം ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഷെയ്ൽവുഡ് WPC തന്നെ വെച്ചിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ഈ രീതിയിൽ എക്സ്പോസ്ഡ് ആയിട്ട് തന്നെയാണ് നമ്മുടെ സിങ്കിൻ്റെ അടിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. പൂപ്പൽ, അതായത് ഈർപ്പം ഇരിക്കുന്ന സ്ഥലമാണ്. നിങ്ങൾ ഇനി ഈവൻ ഇവിടെ സ്റ്റീൽ ഉപയോഗിച്ചാലും പൂപ്പൽ വരും. അത് നിങ്ങൾ ഇടയ്ക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക. ഈ പൂപ്പൽ വന്നതുകൊണ്ട് ഈ ഷെയ്ൽവുഡ് WPCക്ക് യാതൊരു കംപ്ലൈൻറ്റും വരില്ല. നമ്മൾ അത്രയും വർഷമായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഇത്തരത്തിലുള്ള ഷട്ടേഴ്സ് സ്റ്റോറേജ് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റവിൻ്റെ അടിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു യൂണിറ്റ് നമ്മൾ ആക്സറി എന്ന് പറഞ്ഞ് മേടിക്കുമ്പോൾ എത്ര കോസ്റ്റ് വരുന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ ഷെയ്ൽവുഡ് WPC വെച്ച് തന്നെ അത്യാവശ്യം വലിയ കൈലുകളും സ്പൂണുകളും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രീതിയിലൊരു യൂണിറ്റ് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള 3 ഡ്രോവേഴ്സ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത്തരത്തിലുള്ള ഒരു വെർട്ടിക്കൽ യൂണിറ്റും നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. മുഴുവനായിട്ട് ഷെയ്ൽവുഡ് WPC നിങ്ങൾക്ക് ഈ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കാണാം. ഈ രീതിയിലുണ്ട്, സ്ലൈഡറൊക്കെ വെച്ചിട്ട് ഈ രീതിയിലാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഇത്തരത്തിലുള്ള ഷട്ടേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കാണാം. ഓവർ ഹെഡിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഈ രീതിയിലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ഷെയ്ൽവുഡ് WPC തന്നെ നമുക്ക് കാണാം. ഷട്ടർ നമ്മൾ 2 സൈഡ് ഇവിടെയും ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ. അതുപോലെ തന്നെ ഇവിടെ വിൻഡോ നോക്കിക്കഴിഞ്ഞാൽ ഷെയ്ൽവുഡ് WPC തന്നെ നമ്മൾ പ്രൊഫൈൽ യൂസ് ചെയ്തിട്ട് ആ ഒരു 4 കള്ളിയുള്ള വിൻഡോ ചെയ്തെടുത്തു. നമ്മൾ പുറത്തേക്കുള്ള എക്സ്റ്റീരിയർ ഡോർ എടുത്താലും നമ്മൾ ഇതേ രീതിയിൽ തന്നെ ചെയ്തു. ഈ ഒരു കോമൺ ഒരു വർക്ക് ഏരിയ പോലെ ഒരു സ്ഥലം, ഇവിടെ നമുക്കൊരു ടോയ്ലറ്റ് വരുന്നുണ്ട്. ആ ടോയ്ലറ്റിലേക്കുള്ള ഡോർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഷെയ്ൽവുഡ് WPC വെച്ച് ഇത്തരത്തിലുള്ള PVC ലാമിനേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കിച്ചൺ ശരിക്കും ഒന്ന് കണ്ടോളൂ. ഏറ്റവും അടിപൊളിയായിട്ട് പ്രീമിയം മെറ്റീരിയൽ യൂസ് ചെയ്ത് ഏറ്റവും മിനിമം ആയിട്ട് രസമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കിച്ചണാണത്.